പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളെ ഭരിക്കുന്നവരെ പറ്റിയേ നമ്മളെപ്പോഴും കുറ്റം പറയത്തുള്ളൂ. കാര്യം അവരുടെ കയ്യിൽ അധികാരം ഉള്ളപ്പം അവരെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുറ്റം പറയും. നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞ് ചുമ്മാതെ പ്രതിപക്ഷത്തിരുന്നിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലും നമ്മളതിനെ കുറ്റം പറയും. ഞാനിന്ന് പറയാൻ വരുന്നത് നമ്മുടെ മുൻ സർക്കാർ ബന്ധു നിയമനം നടത്തിയെന്നും പറഞ്ഞ് നമ്മുടെ ഇ പി ജയരാജനെ ഒരു ബന്ധു നിയമനം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതുപോലെ കെ ടി ജലീൽ ഒരു ബന്ധു നിയമനം നടത്തി, അത് വലിയ വിവാദമായി. ഇതൊക്കെ കോൺഗ്രസ്സുകാർ പൊക്കിക്കൊണ്ട് വന്നു. ശരിയാണ്, അത് പാടില്ലായിരുന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ KPCC പ്രസിഡൻറ്റും ഇപ്പോഴത്തെ വിദ്യാശക്തി മന്ത്രിയുമായിട്ടുള്ള സണ്ണി വക്കീൽ എന്നറിയപ്പെടുന്ന സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ സഹോദരനെ സെക്രട്ടറിയായിട്ട് നിയമിച്ചു. അദ്ദേഹത്തിന് ചിലപ്പോൾ യോഗ്യത ഒത്തിരി യോഗ്യത കാണും എന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷേ എന്തായാലും ഇത് തെറ്റായ പ്രവണതയാണ്. അദ്ദേഹത്തിനെക്കാട്ടി യോഗ്യതയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സ്വന്തം അളിയനെ പുള്ളിയുടെ സെക്രട്ടറിയായിട്ട് നിയമിക്കാൻ ചിലപ്പം വിശ്വാസം വേറെ ആരെയും വിശ്വസിക്കാൻ പുള്ളിക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും ആക്കിയത്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം അളിയനോട് പറയണമായിരുന്നു പ്രതിഫലം മേടിക്കാതെ സെക്രട്ടറിയാകാൻ. ഇത് ഒത്തിരി ശമ്പളം, എനിക്ക് 1 ലക്ഷങ്ങളുടെ ശമ്പളമുള്ളത്. അങ്ങനെ ഒരു സെക്രട്ടറിയായിട്ട് സണ്ണി ജോസഫ് സ്വന്തം അളിയനെ നിയമിച്ചത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇവർ ഈ മുൻ സർക്കാരിനെ പറ്റി പറഞ്ഞ കുറ്റങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ ഇല്ലാതാകും. ഈ സണ്ണി ജോസഫിനെ പോലുള്ളവരും സതീശനൊക്കെ ഈ സണ്ണി ജോസഫിനെ പറ്റി തിരുത്തണം. ഇവർക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾക്കും ഈ ഗതികേട്, ഈ മുൻ സർക്കാരിൻ്റെ അനുഭവം നിങ്ങൾക്കും വരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം മറ്റവരുടെ കൂട്ടായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.